ഫ്രണ്ട്സ്, RRBയുടെ പുതിയൊരു നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ALP യുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസാണ്. അപ്പോൾ മറ്റുള്ളൊരു വീഡിയോ കാണേണ്ടതില്ല. ALP അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് അവർക്കും നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ടീസ് വന്നിട്ടുണ്ട്. നോട്ടീസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വേക്കൻസി കൂട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം വന്നിരുന്ന വേക്കൻസി എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ആദ്യം വന്നിരുന്ന വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് കാണാം. 5696 വേക്കൻസി ആയിരുന്നു ആദ്യം വന്നിരുന്നത്. അതിപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട്, വേക്കൻസി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 18,799 വേക്കൻസി ആയിട്ട് വന്ന് ഇപ്പം കൂടി 18,799 വേക്കൻസി ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം ഇപ്പം നമുക്കറിയാം ഓരോ RRBയിലെ ഓരോ മേഖലയിലും എന്ത് ചെയ്യും വേക്കൻസി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന RRBയിലുള്ള വിവിധ സോണുകൾ നിങ്ങൾക്ക് പ്രിഫറൻസ് അടിസ്ഥാനത്തിലൊക്കെ കൊടുക്കാനുള്ള ഒരു സാവകാശം നമുക്ക് റെയിൽവേ തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടീസാണ് വന്നിരിക്കുന്നത്. ആ നോട്ടീസാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോട്ടീസ് വന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജൂലൈ 22-നാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ ആക്സെപ്റ്റഡ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു നിശ്ചിത ടൈമിൽ നിങ്ങളത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 65.8K ആയിട്ടുണ്ട്. ഒരു 1K നിങ്ങൾ പെട്ടെന്ന് 1K അല്ല 100K പെട്ടെന്ന് നിങ്ങൾ എത്തിക്കുക. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് നോട്ടീസിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അറ്റൻഷൻ ടു ദ കാൻഡിഡേറ്റ്സ്. നിങ്ങൾക്കൂടെ കാണാം കാറ്റഗറി നമ്പർ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ കൊടുക്കുന്നത് 1/2024 ALP ആപ്ലിക്കേഷൻ പ്രൊഫഷണലി ഓർ കണ്ടീഷണലി എലിജിബിൾ ഓർ റിജക്റ്റഡ് എന്നാണ് പറയുന്നത്. അതായത് പ്രൊഫഷണലി അത് എലിജിബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികളെ ആണോ നമ്മൾ പ്രൊഫഷണലി പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നിശ്ചിതമായുള്ള നമ്മൾ അപ്ലൈ ചെയ്ത പ്രകാരം നമ്മൾ ഈ പറയുന്ന നമ്മൾ എലിജിബിൾ ആണെന്നവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, മറ്റേതെന്താണ് കണ്ടീഷണലി എലിജിബിൾ, അതായത് നിശ്ചിതമായുള്ള ചില നമ്മൾ അപ്ലൈ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവും. അത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടി വരും. അതാണ് കണ്ടീഷണലി എലിജിബിൾ എന്നുള്ള ഒരു കാറ്റഗറി. അല്ലെങ്കിൽ റിജക്റ്റഡ് എന്നാണ് പറയുന്നത്. ഒന്ന് റിജക്റ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളാണോ നമ്മളുടെ അപേക്ഷ അത് കംപ്ലീറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ അപേക്ഷയിൽ എന്തെങ്കിലും എറർ ഉണ്ടോ, അങ്ങനെ എറർ ഉണ്ടെങ്കിൽ അതിനുള്ള കാരണമൊക്കെ അതിലുണ്ടായിരിക്കും. ഓക്കെ, ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ആ സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് എന്തിനുള്ള ഫെസിലിറ്റി തരുന്നുണ്ട് വെച്ചാൽ ഫെസിലിറ്റി ഫോർ പ്രൊഫഷണലി എലിജിബിൾ ഓർ ആക്സെപ്റ്റഡ് കാൻഡിഡേറ്റ്സ് ടു എക്സസൈസ് മോഡിഫൈ ഓപ്ഷൻ of the chosen RRB and preference of zonal railways within the opted RRB in view of enhancement of vacancies. അതായത് നമ്മൾ നേരത്തെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് വെറും 5000 സംതിങ് ആയിരുന്നു വേക്കൻസി ഉണ്ടായിരുന്നത്. അത് പ്രകാരമാണ് നമ്മൾ വിവിധ RRBകൾ നമ്മൾ വിവിധ സോണുകളൊക്കെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്ത RRBയിൽ നമുക്ക് ഇനിയും വേക്കൻസിയിൽ വേരിയേഷൻ വന്നതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന വിവിധ സോണൽ റെയിൽവേകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിഫറൻസ് അടിസ്ഥാനത്തിൽ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് RRB തരുന്നുണ്ട്. അതിനുള്ള ഫെസിലിറ്റിയും പാടെ ഇതിൻ്റെ കൂടെ അവർ പറയുന്നുണ്ട്. അങ്ങനെയും പാടെ നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന് നമുക്ക് നമ്മളുടെ എലിജിബിൾ ആണോ, നമ്മളുടെ ആക്സെപ്റ്റഡ് ആണോ, നമ്മളുടെ റിജക്റ്റഡ് ആണോ, ഇനി കണ്ടീഷണലി ആക്സെപ്റ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അപ്പം ഇത്തരം മെസ്സേജ് നമ്മുടെ ഇമെയിൽ വഴി അല്ലെങ്കിൽ SMS വഴി നമ്മളെ നമ്മളെ അറിയിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ദ കാൻഡിഡേറ്റ്സ് ഹൂസ് ആപ്ലിക്കേഷൻ ഹാവ് ബീൻ പ്രൊഫഷണലി ആക്സെപ്റ്റഡ് വിത്ത് ഓർ വിത്തൗട്ട് കണ്ടീഷൻ ക്യാൻ എക്സസൈസ് ദ മോഡിഫൈ ഓപ്ഷൻ ചൂസൻ RRB ആൻഡ് പ്രിഫറൻസ് ഓഫ് സോണൽ റെയിൽവേസ് വിത്തിൻ എ ഓപ്റ്റഡ് RRB ഡ്യൂറിംഗ് മോഡിഫിക്കേഷൻ വിൻഡോ ഫ്രം നിങ്ങൾക്കൂടെ കാണാം 29/7/2024 നിങ്ങൾക്കൂടെ കാണാം 7/8/2024 വരെ. അതായത് നിങ്ങൾക്ക് ജൂലൈ 29 മുതൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് 7 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാനുള്ള ഒരു അവസരം ആര് തരുന്നുണ്ട്, RRB തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മുടെ അപേക്ഷകൾ റെയിൽവേ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിത്ത് ഓർ വിത്തൗട്ട് കണ്ടീഷനാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്ന കണ്ടീഷനോട് കൂടിയാണ് ആക്സെപ്റ്റ് ചെയ്തത്, അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രോപ്പറായിട്ട് നമ്മൾ കൊടുത്തൊക്കെ ഓക്കെയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തതാണെങ്കിലും അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന വിവിധ സോണിൽ നമുക്ക് നിശ്ചിതമായുള്ള നമ്മൾ കൊടുത്ത സോണിൽ നമുക്ക് ആ പ്രിഫറൻസ് ഓർഡറൊക്കെ നമുക്ക് മാറ്റി അത് റീ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് RRB തരുന്നുണ്ട്. ആ ഡേറ്റാണ് ഇവിടെ പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊക്കെ കണ്ടിട്ട് എന്താണെന്ന് ചോദിക്കരുത്. നിങ്ങൾക്ക് കാണാം ജൂലൈ 29 മുതൽ ഈ ലിങ്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള ആ ഒരു ആക്സസ് കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജൂലൈ 29 മുതൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓഗസ്റ്റ് 7 വരെ നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഡേറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഡേറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഡേറ്റിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളത് ലോഗിൻ ചെയ്തിട്ട് നോക്കണം.
നോക്കണം നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. ഓക്കെ, ഇനി അതല്ല നമുക്ക് എന്താണ് ഈ പറയുന്ന സോണിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ മോഡിഫിക്കേഷൻ ഒന്നും വരുത്തിയിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ചാൻസ് ഉണ്ടാവില്ല കേട്ടോ. മീൻസ് നിങ്ങൾക്ക് പിന്നെ പ്രിഫറൻസ്, കാരണം വേക്കൻസി കൂട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ പ്രിഫറൻസ് കൊടുക്കാനോ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ആ ഒരു എന്തുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് അതിൻ്റെ നമ്പറും മെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ 10 AM 5 PM ഇടയിൽ വർക്കിംഗ് ഡേയിൽ നിങ്ങൾ വിളിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത് 22/7/2024 കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഡേറ്റാണ് ഇമ്പോർട്ടൻറ്റ്. 29/7 മുതൽ നിങ്ങൾക്ക് 7/8 ഈ ഡേറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇത്രയും ദിവസം നിങ്ങൾക്ക് ഏകദേശം എന്താണ് ഒരു 10 ദിവസം നിങ്ങൾക്ക് എന്താ കിട്ടും, ഈ ഒരു ഇളവ് കിട്ടും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ കയറിയിട്ട് ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.